ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. വെറൈറ്റി 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 പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാൻ പാടുകയുള്ളൂ സുഹൃത്തുക്കളെ. ഇവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് ജസ്ന സലീം. ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഈ അടുത്ത കാലത്ത് താൻ തട്ട ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മതം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അതൊന്നും എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നുമല്ല. എങ്കിലും ഇവിടെ എന്താണ് ഒരു സാമൂഹ്യ പ്രശ്നം എന്നത് മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്. ജസ്ന സലീം എന്നാണ് പേര്. ഇപ്പോഴും പേരൊന്നും മാറ്റിയിട്ടില്ല, മതം മാറിയിട്ടില്ല. പക്ഷേ ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടി പ്രസിദ്ധയാവാൻ കാരണം, ജസ്ന സലീം എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി ഹിന്ദു ദൈവങ്ങളിൽ ഒന്നായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന രീതിയിലാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു അതിതീവ്ര ഹിന്ദുക്കൾക്കിടയിൽ ഇതൊരു ഭയങ്കര സംഭവമാവും. കാരണം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ പോലും ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട്, ഹിന്ദു ദൈവങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇവർ ആദ്യം പ്രസിദ്ധയാവപ്പെടുന്നത്. എൻ്റെ പ്രിയ ചില സംഗീത സുഹൃത്തുക്കളൊക്കെ എന്നോട് നോക്കണം, മുസ്ലിങ്ങളടക്കം ഗുരുവായൂരപ്പൻ്റെയും കണ്ണൻ്റെ ഒക്കെ ചിത്രം വരയ്ക്കിன்ற അതാണ് നമ്മളുടെ എന്താ പറയുക ഹൈന്ദവത, അതാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അതാണ്, ഹിന്ദുക്കളെയൊക്കെ അവരിഷ്ടമാണ്, എനിക്ക് വിചാരിക്കുന്ന പോലെ, അങ്ങനെ ഭയങ്കര വൻ സെറ്റപ്പ് വർത്താനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരി വരാറുണ്ട്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു വിഷയം, ജസ്ന സലീം വൃത്തിയായിട്ട് സോക്കോൾഡ് ഹിന്ദുക്കളെ, ഒരു പാവങ്ങളായിട്ടുള്ള ഹിന്ദു വിശ്വാസികളെ, പച്ചപ്പാവങ്ങളായിട്ടുള്ള തീവ്ര അവരൊക്കെ പറ്റിപ്പിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അത് ഭയങ്കര പ്രസിദ്ധമായിരിക്കും. സോക്കോൾഡ് ഒരു സരിത എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരയ്ക്കുന്നു, കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു, അത് വലിയ പ്രസിദ്ധിയൊന്നും ആവില്ല. കാരണം സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. എന്നാൽ അതേസമയം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് വൈറലാവും. മുസ്ലിമാണല്ലോ വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചിട്ട് ഇവർ ഭയങ്കര പ്രസിദ്ധമായി. നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്ന സമയത്ത് ഒരു ചിത്രം ഇവർ സമ്മാനിച്ചു. ജസ്ന സലീമിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് അവിടെ ഫേസ്ബുക്കിൽ അവിടെ കിടക്കുന്നത്. അവർക്ക് ചിത്രം സമ്മാനിക്കുന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇവർ വരയ്ക്കുന്ന ചിത്രം വാങ്ങിക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, പ്രശ്നമാകുന്നു. ഇതാണ് ഇവരുടെ രീതി കേട്ടോ. ഇവരോട് ഗുരുവായൂർ അമ്പലത്തിൽ കയറി പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്ന സലീമിനെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട്, റീല് ചിത്രീകരിച്ചിട്ടാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കുറേ നിരാലംബരായിട്ടുള്ള ഭയങ്കര വിശ്വാസികളായിട്ടുള്ള നിഷ്കളങ്ക വിശ്വാസികളായിട്ടുള്ള കുറേ ആളുകളുടെ സ്ഥലമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടേക്ക് എത്തുക, അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ്, ഗുണം കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊന്നും അവരൊന്നും കുറ്റം പറയാൻ കഴിയില്ല. അത് അവരുടെ ഒരു മാനസികമായിട്ടുള്ളൊരു ആനന്ദമാണ്. ആ ആനന്ദം അവർക്ക് അവിടെ നിന്ന് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ നേടട്ടെ എന്ന് മാത്രമേ ഞാനൊക്കെ പറയുള്ളൂ. എന്തായാലും അവരവിടെ പോകുന്നു, അവരവിടെ പ്രാർത്ഥിക്കുന്നു, അവർക്കൊരു ആനന്ദം കിട്ടുന്നു, ഒരു സന്തോഷം കിട്ടുന്നു, മനസ്സമാധാനം കിട്ടുന്നു, അതുവരെ തിരിച്ചു വരുന്നു. പക്ഷെ ജസ്ന സലീം അവിടെ പോകുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന്. അവിടെ പോകുന്നു, റീല് ചിത്രീകരിക്കുന്നു. ആ ഗുരുവായൂരിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, മുസ്ലിം അല്ലേ. അപ്പം അതിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് റീലിൽ ചിത്രീകരിക്കുന്നു. അവിടെ വെച്ചിട്ട് കേക്ക് മുറിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ എങ്ങാണ്ട് കേക്ക് മുറിച്ചപ്പോഴാണ് ഈ കേക്കിൽ കോഴിമുട്ട എന്ന് പറയുന്ന എന്താണ് അമ്പലത്തിനകത്തേക്ക് കയറ്റാൻ പാടില്ലാത്ത ഭക്ഷണമാണല്ലോ, അതവിടെ മുറിച്ചിട്ട് അത് അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ആരാധകന്മാരോടൊപ്പം അവിടുന്ന് സെൽഫി എടുക്കുന്നു. അവിടെ ജസ്ന സലീമോട് തല്ലുവിടാൻ വരുന്ന ആൾക്കാരായിട്ട് ഇവർ അവിടുന്ന് തല്ലുവിടുന്നു. ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കി. അവിടെയുള്ള ഭക്തർക്ക് വലിയ പ്രശ്നം ഉണ്ടായി. സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ വെച്ചിട്ട് ഇവർ ഇവിടുന്ന് ഒച്ചവിളി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനം പ്രശ്നമായി. അവസാനം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് വന്നു പോകരുതെന്നാണ് ജസ്ന സലീമിനുള്ള രീതി. പക്ഷെ ഇപ്പോഴിതാ ഗുരുവായൂരപ്പന് പായസം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുകൊടുക്കണം. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അവർ കുടുങ്ങിപ്പോവില്ലേ? കാരണം നാട്ടുകാർ മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവരത് എന്ത് ചെയ്യും? അവിടെ ഫുഡ് വേസ്റ്റ് കൂടൂലേ? നോക്കൂ, എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാം. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ.
പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മള് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ട് ഞാനും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ ആരെങ്കിലും കൊണ്ടു കൊടുക്കാറുണ്ടോ? അവിടേക്ക് എന്താ പറയാ, ഈ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഇട്ട ആളുകളൊക്കെ പോകുന്ന കേട്ടിട്ടുണ്ട്, അല്ലയോ? എന്തായാലും ജസ്ന സലീം പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പായസം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ. ഇതൊക്കെ കേൾക്കണ സമയത്ത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് അവരെ മകനായിട്ട് ഗുരുവായൂരപ്പനെ കാണണു എന്നൊക്കെ പറയുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളെ കണ്ട് പെട്ടുപോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി ഇവര് നിർത്തണ്ടേ? ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കാണ് നമുക്കിതൊക്കെ തോന്നിപ്പോവുക. നമുക്ക് തോന്നിപ്പോയതാണ് കേട്ടോ. ഞാൻ പറയാണ് ഇപ്പോൾ ഇവിടെ ഞാനൊരു ഹിന്ദുവാണ്. ഇതിപ്പോൾ അവിടെ ഇത് പ്രസന്റ് ആകാൻ പോകുന്നത് അങ്ങനെയാണെന്നേ. ഞാനിപ്പോൾ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെക്കുറിച്ചിട്ടും മുസ്ലിങ്ങളുടെ എന്താ പറയുക ഖുർആനെ കുറിച്ചിട്ടൊക്കെ വളരെയധികം ഇങ്ങനെ പുകഴ്ത്തി ദിവസം റീലിട്ടുകൊണ്ടിരിക്കുന്നു. പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കുന്ന റീലുകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. പള്ളിയിലൊക്കെ പോയിട്ട് എന്തൊക്കെ ചടങ്ങുകളാണ് ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന റീലുകളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എനിക്ക് ഒരു പ്രത്യേക ഒരു പ്രശംസ സോക്കോൾഡ് ആ ഒരു വിഭാഗത്തിലെ ചില നിഷ്കളങ്കരായ ആളുകളിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ പിന്നെ മെല്ലെ ഇസ്ലാം മത വിശ്വാസികളുടെ വീട്ടിലൊക്കെ പലപ്പോഴും എന്താണ് അല്ലാഹു അക്ബർ എന്നൊക്കെ എഴുതിയ അറബി എഴുത്തുകളൊക്കെ എഴുതിയ ഫോട്ടോകളൊക്കെ വയ്ക്കും. ഞാൻ പിന്നെ മെല്ലെ അതൊക്കെ വരയ്ക്കാൻ തുടങ്ങുന്നു. അത് ഇത്ര രൂപയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ സോക്കോൾഡ് ഹിന്ദുവായിട്ടുള്ള ഒരാള് മുസ്ലിമുകളുടെ വിശ്വാസപരമായിട്ടുള്ള സാധനം വരയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നിഷ്കളങ്കമായിട്ട് വാങ്ങിക്കാൻ ഒരുപാട് പേരുണ്ടാവും. സ്വാഭാവികമായിട്ട് എൻ്റെ ബിസിനസ് വളരും. നിങ്ങൾക്ക് മനസ്സിലാവണ്ട. അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. എന്തായാലും കേൾക്കാം. വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം ഇതെന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. അല്ലേ? പിന്നെന്താണ് പോയാ? അതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. പെരുമഴയാണ്, അതിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കാണാൻ വന്ന എജാതി മഴ നോക്ക്, വെള്ളം ഫുള്ള് വെള്ളം. അയ്യോ കൊടയൊക്കെ പറന്നു പോയി. എന്തായാലും സംഭവം ഭയങ്കര രസകരമാണ്. ഇവർക്കെതിരെ മുന്നേ കേസിട്ടുണ്ട് പറഞ്ഞില്ലേ? ഇതാ കേട്ടോ, ഇതാ കേസിന് കാരണമായ ഒരു സംഗതി. പാട്ടൊക്കെ എന്തിനാണ് അതിന്റെ ഇടയിലൊക്കെ? ഇനി കേസിന് സംഗതി വരാം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം. ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. നേരത്തെ ഗുരുവായൂരിൽ ജസ്ന റീൽസ് ചിത്രീകരിച്ചതിനെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജെയ്സൺ ചവറപ്പിലുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം ചിത്രീകരണം പാടില്ലെന്ന നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു, ഉത്തരവായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തർക്കുള്ളതാണ്. ഒരുപാട് ഹിന്ദുമതത്തിലെ വിശ്വാസികൾ ഗുരുവായൂരപ്പനെ അപാരമായിട്ട് സ്നേഹിക്കുന്നു, ഗുരുവായൂർ ക്ഷേത്രം സ്നേഹിക്കുന്നു. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവരൊന്നും ഈ നല്ല ഈ ഭക്തര് എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും അവിടെ പോയിട്ട് റീൽ എടുക്കാനും നിൽക്കില്ല. എനിക്കതാ മനസ്സിലാവുന്നത്. എടുക്കോ? നിങ്ങളൊന്ന് പറ.
ഗുരുവായൂരപ്പനെ അപാരമായിട്ട് സ്നേഹിക്കുന്ന, അവിടെ അസലായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ അവിടെ റീലെടുക്കാൻ ഒത്തിരിക്കും ഇല്ല. അവർ നേരെ അവിടെ പോയി തൊഴും. ചില ആൾക്കാരൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. കരഞ്ഞു പ്രാർത്ഥിക്കും. അപാരമായിട്ടുള്ള വിശ്വാസമാണ്. ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണത്. അവരൊന്നും ഈ താൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, സെൽഫി എടുത്തുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നില്ല. ഒരാളും ചിലപ്പോൾ അറിയില്ല അവരവിടെ പോയത്. അതാണ്. അപ്പം രണ്ടും രണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചേ. ഒന്ന് കാട്ടിക്കൂട്ടലാണ്, മറ്റൊന്ന് ഭക്തിയാണ്. ഒന്ന് വിശ്വാസമാണ്, മറ്റൊന്ന് ഭക്തിയാണ്. ഏത്? ഇങ്ങനെ പറ്റിക്കാതെ ജീവിച്ചൂടെ അല്ലേ? ബൈ.